പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. जय मसीह की प्रार्थना के साथ हम बाइबल अध्ययन का आरंभ करेंगे. കഴിഞ്ഞ സെക്ഷനിൽ നാം പഠിച്ചത് യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നു, ദൈവരാജ്യത്തിന് വഴിയൊരുക്കേണ്ടതിനാണ് വന്നത്. पिछले अध्ययन में हमने पढ़ा कि യോഹന്നാൻ बपतिस्मा देने वाले भूमि में आए और वो एक मार्ग को तैयार किए. താൻ യേശുവിന്റെ വഴി ഒരുക്കി. उन्होंने प्रभु यीशु मसीह का मार्ग तैयार किया. യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല. और യോഹന്നാൻ बपतिस्मा देने वाले के बारे में प्रभु यीशु मसीह कहते हैं कि स्त्रियों में जन्मे वो सबसे श्रेष्ठ യോഹന്നാൻ बपतिस्मा देने वाले പക്ഷേ हैं. ദൈവരാജ്യം ഇതിനേക്കാളും വലുതാണ്. लेकिन परमेश्वर का राज्य इससे भी बड़ा है. യേശു ദൈവരാജ്യത്തിന്റെ രാജാവായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. और प्रभु यीशु मसीह इस स्वर्ग राज्य के राजा के समान जो है आए. ഒന്ന്, ദുരാത്മാക്കളെ പുറത്താക്കി. दुरात्माओं को बाहर निकाला पहला. രണ്ട്, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടത്തി. दूसरा, अद्भुत चिन्ह और चमत्कार किए. ദൈവരാജ്യത്തെക്കുറിച്ച് ഗൗരവമായി പ്രസംഗിച്ചു. और परमेश्वर के राज्य के बारे में अति प्रमुखता के रूप में प्रचार किया. യേശുവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ട യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചു. प्रभु यीशु मसीह के द्वारा होने वाले चिन्ह और चमत्कार को देखते हुए यहूदी लोग भी आश्चर्यचकित हुए. തുടർന്ന് യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ദൈവരാജ്യത്തിന്റെ വേലകൾ ഫലമേൽപ്പിച്ചു. उसके बाद प्रभु यीशु मसीह ने 12 चेलों को चुना और उनके हाथों में परमेश्वर के राज्य का अधिकार सौंपा. അവരുടെ കൈകൊണ്ട് മഹാത്ഭുതങ്ങൾ നടന്നു. उनके हाथों से अनेक चिन्ह और चमत्कार होते हुए देखे. അന്നത്തെ രാജാവ് ഹേരോദാവ് പോലും ഭയന്നുപോയി. और वहां का जो राजा उस समय हेरोदास था वो भी भयभीत हो गया. ഒറ്റ ദിവസത്തെ പ്രവർത്തനത്തിൽ 5000 കുടുംബങ്ങൾ യേശുവിനെ കാണുവാൻ ഓടി വന്നു. एक ही दिन की सेवकाई में 5000 से भी ज्यादा परिवार प्रभु यीशु मसीह से मिलने के लिए आए. തുടർന്ന് യേശു ഒരു 70 പേരെ തിരഞ്ഞെടുത്തു. उसके उपरांत प्रभु यीशु मसीह 70 लोगों को चुनते हैं. വെറും സാധാരണക്കാരായ ആളുകൾ, साधारण लोगों के അവരെ समान. യേശു ശുശ്രൂഷ ഏൽപ്പിച്ചു. और उनके हाथों में प्रभु यीशु मसीह ने सेवकाई को दिया അവർ വിജയപ്രദമായി ചെയ്തു. और वे भी विजय के साथ उसको किए. അവരും വന്നിച്ചു പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. उन्होंने कहा कि दुरात्माएं हमारे वश में है तेरे नाम से. യേശു അവിടെ ഒരു സൂചന പറഞ്ഞു. लेकिन प्रभु यीशु मसीह वहां पे एक चीज कहते हैं. ഇവിടം വരെ നമ്മൾ ഇന്നലെ എടുത്തിരുന്നു, കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. पिछले दिनों में हम यहाँ तक हम सीखे. ഇവിടെ മുതൽ നമ്മൾ തുടരുക. अब यहाँ से हम आगे बढ़ेंगे. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങിയതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. प्रभु यीशु मसीह ने कहा कि दुरात्माएं तुम्हारे वश में हैं इसलिए तुम आनंदित ना हो. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണത്. लूका रचित सुसमाचार उसके 10 के 19 में हम पाते हैं. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. सांप और बिच्छू को रौंदने और शत्रु की सारी सामर्थ पर मैंने तुम्हें अधिकार दिया है. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उसके 15 से अगर नीचे की आयतों को हम पढ़ेंगे. പക്ഷെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. लेकिन दुरात्माएं तुम्हारे वश में है इसलिए तुम आनंदित ना होना. അതിനകത്ത് അത്ഭുതപ്പെടുവാനുണ്ട്, അത്ഭുതമുണ്ട്. वहां पे अद्भुत करने की वस्तु है, हाँ जरूर है. അതിനകത്ത് സന്തോഷിക്കാനുണ്ട്. वहां पे आनंद करने की जगह है, जरूर है. പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം ഞാൻ പറയുക, लेकिन उससे भी बड़ी चीज मैं तुम्हें कहता हूँ നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയതിനാൽ സന്തോഷിപ്പീൻ. कि तुम्हारा नाम स्वर्ग में लिखे गए हैं इसलिए तुम आनंदित हो. ചുരുക്കം ചില ആളുകൾ പറയാറുണ്ട്, രക്ഷിക്കപ്പെടുന്നവരുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതുന്നു, അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിനാൽ സന്തോഷിക്കുക. कुछ लोग इस प्रकार कहते हैं कि उद्धार तुमने प्राप्त किया है इसलिए तुम्हारा नाम स्वर्ग में लिखा गया है, इसलिए उद्धार पाने के कारण तुम आनंदित हो. വേദപുസ്തകം സൂക്ഷ്മമായി പരീക്ഷിക്കുന്നെങ്കിൽ അങ്ങനെ അല്ലെന്ന് മനസ്സിലാവും. लेकिन अगर ध्यान पूर्वक पवित्र शास्त्र को हम पढ़ेंगे तो ऐसा नहीं है. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. उद्धार जो प्राप्त किए हैं उनका नाम जीवन की पुस्तक में लिखा गया പക്ഷെ है. സ്വർഗ്ഗത്തിൽ പേരുള്ളത് വേറൊരു കൂട്ടരാ. लेकिन स्वर्ग में जिनका नाम लिखा गया वो विभिन्न झुंड है. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം പറയുന്നത്, इब्रानियों की किताब उसके 12वें अध्याय में हम पढ़ते हैं ആദ്യജാതന്മാരുടെ പേരാണ് സ്വർഗ്ഗത്തിൽ എഴുതിയത്. पहलौठे का नाम जो है स्वर्ग में लिखा गया है. നിങ്ങൾ വന്നിരിക്കുന്നത് വലിയ ശബ്ദത്തിന്റെയും അഗ്നിയുടെയും തീയുടെയും ഒന്നിന്റെയും മുമ്പിലല്ല. तुम लोग जो आए हो वो जो है एक अग्नि और बहुत बड़े शब्द के बीच में नहीं आए हो, പകരം കുഞ്ഞാടിന്റെ മുൻപാകെ, യേശുവിന്റെ രക്തത്തിന്റെ മുൻപാകെ, लेकिन एक पवित्र मेमने उसके सामने तुम उपस्थित हुए हो. സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘത്തിന്റെ മുൻപാകെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. स्वर्ग में लिखे हुए पहलौठे के नाम के साथ तुम खड़े हुए हो. നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാരുടെ സഭയ്ക്ക് മുമ്പിൽ. तुम लोग जो इकट्ठे हुए हो स्वर्ग में लिखे हुए पहलौठे के नाम के साथ जो है इकट्ठे हुए हो. ആരുടെ പേരാണ് സ്വർഗ്ഗത്തിലുള്ളത്? किसका नाम स्वर्ग में लिखा गया है? ആദ്യജാതന്മാരുടെ പേര്. पहलौठे का नाम स्वर्ग में लिखा गया है. ആദ്യജാതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? पहलौठा की अर्थ क्या है? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ അവകാശികളാ. उस समय जो एक परिवार का जो पहलौटा है वो अपने पिता का वारिस रहता है. അപ്പന്റെ അഭാവത്തിൽ അപ്പന്റെ അനുവാദത്തോടുകൂടെ കുടുംബവസ്തുക്കൾ എഴുതി വിൽക്കുവാൻ വരെ അധികാരമുള്ളവനാണ് ആദ്യജാതൻ. अपने पिता के अभाव में अपने घर की संपत्ति को बेचने और लेने का जो अधिकार है वो उस पहलौटे को मिलता है घर में. തന്റെ ഇളയ സഹോദരന്മാരെ പറഞ്ഞു നിർത്തുവാനും കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അധികാരമുള്ളവനാണ് ആദ്യജാതൻ. पिता के अभाव में अपने छोटे को और अपने से छोटे लोगों को नियंत्रित करने का जो अधिकार है वो पहलौटे को मिलता है. അപ്പന്റെ
വസ്തുവകകൾ പകുക്കുമ്പോൾ ഇരട്ടി പങ്കിന്റെ യോഗ്യതയുള്ളവനാണ് ആദ്യജാതൻ. जब पिता की संपत्ति का विभाजन होता है तो दोहरा भाग मिलने का जो वारिस है वो पहलौठा को मिलता है അവരുടെ പേരാണ് സ്വർഗ്ഗത്തിൽ और എഴുതിയിരിക്കുന്നത്. उनका नाम जो है स्वर्ग में लिखा गया യേശു है. പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയതിനാൽ സന്തോഷിക്കുക. और प्रभु यीशु मसीह वहां पे कहते हैं उन लोगों से कि स्वर्ग में तुम्हारे नाम लिखे जाने से तुम आनंदित करो, നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വെറും സാധാരണക്കാരായിരുന്നു. क्योंकि जब तुम्हें नियुक्त किया गया था तब तुम साधारण व्यक्ति थे, പക്ഷേ ഞാൻ അയച്ച അധികാരത്തിൽ പോയി നിങ്ങൾ അത്ഭുത പ്രവർത്തികൾ ചെയ്തതിനാൽ നിങ്ങൾ ആദ്യജാതന്മാരായി മാറിയിരിക്കുന്നു. लेकिन मेरे सौंपे जाने उस अधिकार से तुम अद्भुत और वीर कार्यों को करने के कारण तुम्हारा नाम स्वर्ग राज्य में लिखा गया ഓ, है. നിങ്ങൾ ആദ്യജാതന്മാരായി കുടുംബത്തിന്റെ ഇരട്ടി അധികാരത്തിന് യോഗ്യരായി. इसलिए तुम अब पहलौठे बन गए हो और तुम्हें जो है दोहरे भाग मिलने का तुम अधिकार मिल गया ഞാൻ है. ചില അധികാരങ്ങളൂടെ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാ. इसलिए अब मैं कुछ और अधिकार तुम्हारे हाथ में देने वाला हूँ, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടേണ്ടതിന് ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തും. क्योंकि मैं तुम्हें जो है सांप और बिच्छुओं को रौंदने, शत्रुओं की सारी सामर्थ पर मैं तुम्हें अधिकार देता हूँ. വേറൊരു ഭാഷയിൽ दूसरी भाषा में ഇന്ന് നിങ്ങൾ വ്യക്തികളിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കി നാളെ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും അന്യായ ശക്തികളെ പുറത്താക്കും. आज तुमने व्यक्तियों के अंदर से दुरात्मा को निकाला है, कल को तुम राज्य को और देशों के अंदर से उनके दुरात्माओं की संततियों को तुम बाहर निकालोगे, നിങ്ങൾ എൻ്റെ ആദ്യജാതന്മാരായി മാറും. तो तुम मेरे पहलौटे बनोगे. യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. और आगे हम प्रभु यीशु मसीह की सेवकाई के बारे में ध्यान देंगे. യേശുവിനോട് കൂടെ ശിഷ്യന്മാരുണ്ട് എന്ന് മറക്കരുത്. प्रभु यीशु मसीह के साथ उनके चेले हैं, ये मत भूलिएगा. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ लूका रचित सुसमाचार उसके 4थे अध्याय के 49 में हम पढ़ते हैं, യേശു അനേകരുടെ മേൽ കൈവച്ചു, അവരെ സൗഖ്യമാക്കി, അശുദ്ധാത്മാക്കളും അവരിൽ നിന്ന് പുറപ്പെട്ടു പോയി. और प्रभु यीशु मसीह अनेकों के सर पे हाथ रखे और दुरात्माएं उनको छोड़ के गई. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ मरकुस के सुसमाचार उसके 6वें अध्याय में अगर हम आते हैं, യേശു ഗ്രാമങ്ങളിലും ഊരുകളിലും പട്ടണങ്ങളിലും എല്ലാം കയറി ഇറങ്ങി. प्रभु यीशु मसीह गांव में जगह जगह में जाकर परमेश्वर का प्रचार किए. യേശു ചെന്നിടത്തെല്ലാം വലിയ അത്ഭുതങ്ങൾ നടന്നു. और जहां जहां कहीं भी प्रभु यीशु मसीह गए बड़े बड़े चमत्कारों को താൻ किया. തൊട്ടവർ സൗഖ്യമായി. और जिन्होंने जिसको प्रभु यीशु मसीह ने छुआ वे सब जो है चंगे हुए. എന്നെയും നിങ്ങളെയും ഇതേ അധികാരത്തിന് വേണ്ടിയാണ് യേശു വിളിച്ചിരിക്കുന്നത്. मुझे और आपको इसी अधिकार के लिए प्रभु यीशु मसीह बुलाते हैं. തൊടുന്നവരെ സൗഖ്യമാക്കുവാൻ യേശു അനേക ദൈവമക്കളെ ഈ ദിവസങ്ങളിലേക്ക് കണ്ടിരിക്കുകയാണ്. और जिसको जो छूने के लिए अधिकार देने के लिए जो है ऐसे अनेक लोगों को प्रभु यीशु मसीह आज देखता है. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, यूहन्ना रचित सुसमाचार उसके 14 के 12 में प्रभु यीशु मसीह कहते हैं, ഞാൻ ചെയ്ത പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. और जो कार्य मैं करता हूं वो मुझ पे विश्वास करने वाला भी करता है. എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത, और मेरे राज्य की प्रत्येकता, എന്നെ വിശ്വസിക്കുന്നവനിലേക്കും അനുസരിക്കുന്നവനിലേക്കും ആ രാജ്യത്തിന്റെ അധികാരങ്ങൾ വ്യാപരിക്കും. जो मुझ पे विश्वास करता है, मेरे राज्य पे विश्वास करता है, ये अधिकार उन पे भी कार्य करेगा. ഇന്ത്യ ഗവൺമെന്റിന് വലിയ അധികാരമുണ്ട് ഇവിടുത്തെ പ്രജകളുടെ മേൽ. भारत सरकार का जो है अपनी प्रजा के ऊपर एक अधिकार है. ഇവിടുത്തെ പ്രസിഡന്റും ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററും ഇവിടുത്തെ ഗവൺമെന്റുമാണ് അധികാരം നടത്തുന്നത്. यहाँ के राष्ट्रपति, यहाँ के प्रधानमंत्री और यहाँ की जो सरकार है वो इस पे राज करती है. പക്ഷേ ഈ രാജ്യത്ത് നിന്ന് തിരഞ്ഞെടുത്ത് ടെസ്റ്റുകൾ പാസ്സായി ട്രെയിനിങ് പാസ്സായി കഴിയുന്ന IAS ഓഫീസേഴ്സിന്റെയും IPS ഓഫീസേഴ്സിന്റെയും കയ്യിലേക്ക് ഈ അധികാരങ്ങൾ ഗവൺമെന്റ് കൈമാറും. लेकिन इस सरकार में और इस राज्य में जो है अनेक एग्जाम्स को पास करके IAS IPS ऑफिसर्स जैसे लोग जो है उन सरकार के अधीनता में आते हैं, उनके हाथों में ये अधिकार सौंपा जाता है. അവരുടെ കൈക്കീഴിലാണ് നാം ഭരിക്കപ്പെടുന്നത്. और उन जो है उन्नत अधिकारियों के अधीन हम रहकर हमारे ऊपर विराज करते हैं. ദൈവരാജ്യത്തിന്റെ പരമാധികാരിയായും നിത്യരാജാവുമായി യേശുവിന്റെ പ്രസ്താവന ശ്രദ്ധിക്കൂ. और प्रभु यीशु मसीह की वो प्रस्तावना को आप आज ध्यान दीजिए. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. और मैं जिन कार्यों को किया है मुझ पे विश्वास करने वाले वे कार्यों को करेंगे. യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് വിശ്വസിക്കുന്ന ദൈവപൈതലേ, നമ്മുടെ കൈകൊണ്ട് യേശു ചെയ്ത പ്രവൃത്തികൾ അഥവാ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ നടക്കും. मेरे प्रियो, जो प्रभु यीशु मसीह पे विश्वास करते हैं और उसके कार्यों को विश्वास करते हैं, तुम्हारे द्वारा भी प्रभु यीशु मसीह उन कार्यों को अंजाम देंगे. യേശുവിന്റെ ആ പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷം 14-12 ആ പ്രസ്താവന രണ്ട് കാര്യങ്ങൾ പറയുന്നു. यूहन्ना रचित सुसमाचार उसके 14 के 12 में प्रभु यीशु मसीह के उन कहे गए वाक्यों में दो चीजों को हम पाते हैं. ഒന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും. पहला, जो मुझ पे विश्वास करता है ये काम जो मैं करता हूं वो भी करेगा. രണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തിയും അവൻ ചെയ്യും. और दूसरा, वह
वरन इससे भी बड़े काम करेगा, क्योंकि मैं पिता के पास जाता हूँ। അത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോയ ശേഷം और दूसरा, प्रभु यीशु मसीह कहते हैं कि मैं पिता के पास जाने के बाद तुम बड़े कार्यों को करोगे। വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ मरकुस सुसमाचार उसके 6 के 13 में अगर हम आएंगे, യേശു ചെയ്ത പ്രവൃത്തികൾ യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്തു. जो प्रभु यीशु मसीह ने जिन कार्यों को किया है उसको उसके चेलों ने भी किया। അവർ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കി. उन्होंने हाथ रख के रोगियों को चंगा किया। അവർ എണ്ണ തേച്ച് രോഗികളെ സൗഖ്യമാക്കി. वे तेल लगाकर रोगियों को चंगा किए। ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. और यही प्रभु यीशु मसीह कहते हैं, जो कार्य मैं करता हूं मुझ पे विश्वास करने वाले भी करेंगे। ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, आज मुझे सुनने वाले परमेश्वर के जनों, യേശു പിതാവിന്റെ അടുക്കൽ ഇരിക്കുന്നതിനാൽ आज प्रभु यीशु मसीह पिता के साथ बैठने के कारण അതിനേക്കാൾ വലിയത് നാം ചെയ്യും. उससे भी बड़े कामों को हम अंजाम ഞാൻ देंगे। ചെയ്ത പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. जो उन्होंने मुझ पे विश्वास किया है वो मेरे कार्यों को करेगा। എന്നിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയതും ചെയ്യും. क्योंकि मैं पिता के पास जाता हूं, इसलिए इनसे भी बड़े काम वो करेगा। ഇനിയും യേശുവിന്റെ സ്വർഗ്ഗാരോഹണ സമയമായപ്പോൾ, और जब प्रभु यीशु मसीह के स्वर्गारोहण का समय താൻ आया, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുന്നമേ जब प्रभु यीशु मसीह पिता के पास जाने से पहले തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. अपने चेलों को पास बुलाकर, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ प्रेरितों के काम उसके पहले अध्याय के 7वें आयत में യേശു പറഞ്ഞു, എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. जो तुमने मुझसे सुना मेरे पिता के द्वारा आने वाले उस वायदे के लिए तुम बाट जोना, ആത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോകുകയാണ്. क्योंकि आत्मा तुम्हारे ऊपर आने वाली है। ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ जब आत्मा तुम्हारे ऊपर आएगी, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. तब तुम संसार के कोने कोने जाकर तुम पर मेरा गवाह बनना। എന്തിനു വേണ്ടിയാണ് ആത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത്? क्यों आत्मा तुम्हारे ऊपर उतरेगी? എന്റെ സാക്ഷികളാകേണ്ടതിനാണ് വരുന്നത്. मेरी गवाह बनने के लिए। യേശുവിന്റെ ആത്മാവ് പിന്നത്തേതിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്നു. और वही आत्मा प्रेरितों के काम दूसरे अध्याय में प्रेरितों के ऊपर उतरते हुए हम पाते हैं। അവർ യേശുവിന്റെ സാക്ഷികളാകുവാൻ തുടങ്ങി. और वे प्रभु यीशु मसीह के गवाह बनना आरंभ हुए। അവർ യേശുവിന്റെ സാക്ഷികളായ ചില രംഗങ്ങൾ ഞാനൊന്ന് തൊടട്ടെ. मैं एक दो उदाहरण आपके सामने रखना चाहता हूं कि किस प्रकार प्रभु यीशु मसीह के गवाह वो बने। എന്തിനാണ് ഞാനിത് തൊടുന്നത്? क्यों मैं ये बता रहा हूं? വിവിധ മണ്ഡലങ്ങളിൽ ഇന്നും നമുക്കും യേശുവിന്റെ സാക്ഷിയാകാൻ കഴിയുമെന്ന് പറയുവാൻ, अनेक जगहों पे हम भी प्रभु यीशु मसीह के गवाह बन सकते हैं बताने के लिए। രണ്ടിടങ്ങളിൽ സാക്ഷികളാകുന്നത് ഒരുപോലെ അല്ല, പല രീതികളിലാണ്. दो जगहों पे परमेश्वर यीशु मसीह के राज्य गवाह बने वो विभिन्न तरीके से है। അതാത് സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അവർ യേശുവിന്റെ സാക്ഷികളായ ചില രംഗങ്ങൾ ഞാൻ എടുക്കാൻ പോകുകയാണ്. विभिन्न परिस्थितियों में किस प्रकार वे प्रभु यीशु मसीह के गवाह बने वो मैं बता रहा हूं इससे। നമുക്ക് ആവശ്യമുള്ള രംഗങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് കൃപ और തരട്ടെ. हमारी परिस्थितियों के मध्य में भी हम भी प्रभु यीशु मसीह के गवाह बने। ഒന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. पहला प्रेरितों के काम उसके 3 के 15 में हम पढ़ते हैं। അവിടെ രണ്ട് അപ്പോസ്തലന്മാർ ഒരുമിച്ച് യേശുവിന്റെ അടുക്കൽ ദേവാലയത്തിലേക്ക് വന്നു. यहाँ पे दो प्रेरित लोग जो है मंदिर के आले के पास आते हैं। ആലയത്തിന്റെ വാതിൽക്കൽ ഒരു ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്. और वहाँ पे फाटक के पास एक जो है बीमार एक वहाँ पे है, पंगुआ बैठा हुआ है। അദ്ദേഹം ജന്മനാൽ മുടന്തനാണ്. और वो जन्म से ही पंगुआ है। പത്രോസ് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. और प्रेरित पतरस उनके हाथों को पकड़कर उसको खड़ा करता है। ഒന്ന് പത്രോസ് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചു, पहला प्रेरित पतरस उसके हाथों को पकड़ता है തന്റെ കൈക്ക് പിടിച്ച് വലിച്ചു. और उसके हाथों को पकड़ कर उठाता രണ്ട് है എഴുന്നേൽക്കുവാൻ ഒരു കൽപ്പന കൊടുത്തു. और एक आज्ञा देता है कि खड़े हो താൻ करके। പറയുന്ന കൽപ്പനയുടെ വാചകങ്ങൾ ശ്രദ്ധിക്കാം. और जो उस आज्ञा देता है उसके अधरों को ध्यान दे। വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, चांदी और सोना मेरे पास नहीं है, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. जो मेरे पास है वो तुझे देता हूं। നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. यीशु नासरी के नाम से चल फिर। അപ്പോസ്തലനായ പത്രോസിന്റെ കൂടെ യോഹന്നാനുണ്ട്. प्रेरित पतरस के साथ यूहन्ना भी है അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. और वे दोनों एक साथ खड़े हैं। അവർ തമ്മിലുള്ള ബന്ധം സൂക്ഷിച്ചുകൊണ്ട് പത്രോസ് പറയുന്നു, वे दोनों का संबंध जानते हुए प्रेरित पतरस इस प्रकार कहते हैं ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. कि जो हमारे पास है वो तुझे देता അത് हूं। നസ്രയനാകുന്ന യേശുവിന്റെ നാമമാണ്. और वो यीशु नासरी का नाम है। ഇന്ന് പകൽ ആ നാമം വഹിച്ചുകൊണ്ട് പോകുവാൻ ശക്തനായ ഒരു ഇവിടെയുണ്ടോ? നമുക്കും ഇത് പറയുവാൻ കഴിയും. आज उस नाम को जो है अपने कांधे पर लेके चलने वाले आज यहाँ हैं, तो हमारे ऊपर वो अधिकार ആ है। മുടന്തൻ ചാടി എഴുന്നേറ്റു. और वो पंगुआ खड़ा हो गया, ദൈവരാജ്യത്തിന്റെ രാജാവ് ഇവിടെ നിന്ന് പോയി, പക്ഷേ അതിന്റെ അംബാസഡേഴ്സ് ഇവിടെ ഉണ്ട്. क्योंकि स्वर्ग राज्य का जो राजा था वो यहाँ तो यहाँ से चला गया, लेकिन स्वर्ग राज्य के राजदूत आज यहाँ पे हैं। രണ്ട് അംബാസഡേഴ്സ് ചേർന്ന് ഒരു മുടന്തനെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാൽ और വലിച്ചെഴുന്നേൽപ്പിച്ചു. स्वर्ग राज्य के राजदूत मिलकर उस जो है लंगड़े को खड़ा किए। ആ മുടന്തൻ നടന്നും തുള്ളിയും തുടങ്ങി. और वो लंगड़ा चल फिरने लगा, कूदने लगा। അദ്ദേഹത്തിന് 40-ലധികം വയസ്സ് പ്രായമുണ്ട്. उसका 40 से भी ज्यादा उसकी आयु थी। ഈ ദേവാലയത്തിൽ വരുന്നവരെല്ലാം എന്നും അദ്ദേഹത്തെ കാണുന്നതാണ്. मंदिर के फाटक से गुजरने वाले हर
व्यक्ति उसको देखते थे। അവൻ നൃത്തം ചെയ്ത് ചാടിക്കൊണ്ട് ദേവാലയത്തിന്റെ അകത്ത് കയറി. वो नृत्य करने लगा, उछलने लगा और मंदिर के भीतर जाने लगा। കണ്ട ജനമെല്ലാം കൂടെ ഓടിക്കൂടി. और जितने लोगों ने उसको देखा वो एक साथ इकट्ठे हुए। പത്രോസ് ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. और पतरस वहां पे परमेश्वर के राज्य का गवाह നിങ്ങൾ करने बना। കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശുവിന്റെ നാമത്തിൽ ഈ ബലഹീന മനുഷ്യൻ ആരോഗ്യമുണ്ടായി. प्रेरितों के काम उसके 3:15 में इस प्रकार प्रेरित पतरस उनसे कहते हैं कि तुमने जीवन के कर्ता को मार डाला, जिसे परमेश्वर ने मरे हुए में से जिलाया, और इस बात के हम गवाह हैं। അവൻ ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. और हम उसके गवाह हैं। നിങ്ങൾ ഇതിന് സാക്ഷികളാകുവാനാണ് പറഞ്ഞത്. और मैं भी कहता हूं कि तुम भी उसके गवाह बनो। രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ ഇതിന് സാക്ഷ്യം വഹിച്ചു. और राज्य की शक्ति का प्रचार करने के लिए प्रेरित लोग उसके गवाह बने। രണ്ടാമത്തെ പ്രാവശ്യം സാക്ഷിയായത് നോക്കാം. और दूसरा जो गवाह कहां पे बनते हैं? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. प्रेरितों के काम उसके 5:19 में हम पाते हैं। അപ്പോസ്തലന്മാരെ പിടിച്ച കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ടു. जब प्रेरितों को कारागृह में बंदी बना दिया गया, അർദ്ധരാത്രിയിൽ കാരാഗ്രഹം തുറന്ന് ദൈവം അവരെ പുറത്തെടുത്തു. और आधी रात को कारागृह का द्वार खुला, प्रभु परमेश्वर ने उनको बाहर निकाला। 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇതുണ്ട്. और 17 से 32 आयतों में हम पाते हैं इसको। പിറ്റേ ദിവസം അവരെ കൊണ്ടുവന്ന് ന്യായം വിധിക്കുവാൻ ന്യായാധിപ സംഘം വന്നിരുന്നു. और अगले दिन उनको जो है कटघरे में खड़ा करने के लिए न्यायी लोग आए। അവരെ കാരാഗ്രഹത്തിലേക്ക് ആളയച്ചു. और उनको कारागृह से बुलाने के लिए लोगों को भेजा। പോയവർ വന്നു പറഞ്ഞു, കാരാഗ്രഹം സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നു. और लोगों ने कहा कि कारागृह तो बंद है। ഞങ്ങൾ തുറന്നപ്പോൾ അകത്താളില്ല. लेकिन जब हमने उसे खोला तो किसी को नहीं पाया। അടഞ്ഞു പൂട്ടിക്കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ആളുകൾ മിസ്സായിരിക്കുന്നു. एक बंद कारागृह में से उसके भीतर के लोग गायब हो चुके हैं। ഇതെന്തായി തീരുമെന്ന് അവരുടെ ന്യായാധിപന്മാരുടെ ഇടയിൽ ഒരു തർക്കം. और उन अधिकारियों के बीच में ये तर्क होने लगा कि ये किस कारण से हुआ है। അപ്പോഴാണ് ഒരുത്തൻ വന്ന് പറയുന്നത്, നിങ്ങൾ പൂട്ടിയിട്ടിരുന്ന ആളുകൾ താണ്ട് പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. तब एक व्यक्ति उनके मध्य में आकर खड़ा होकर कहता है कि जिन लोगों को तुमने बंदी किया था वे वहां बाहर खड़े होकर प्रचार कर रहे हैं। പത്രോസ് മതപുരുഷന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു. और जो है पतरस मताधिकारियों के बीच में खड़ा होकर कहता है, ഞങ്ങൾ യേശുവിന്റെ സാക്ഷികളാണ്. हम प्रभु यीशु मसीह के गवाह हैं। ഞങ്ങൾ യേശുവിന്റെ സാക്ഷികളാണ്. हम प्रभु यीशु मसीह के गवाह ഈ हैं। അത്ഭുതം നടന്നിരിക്കുന്നത് യേശുവിനാലാണ്. और ये जो अद्भुत काम हुआ है वो प्रभु यीशु मसीह के कारण से हुआ है। 3 അപ്പോസ്തല പ്രവൃത്തികൾ 12. और तीसरा प्रेरितों के काम उसके 12 अध्याय 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ उसके 7 से 19 आयतों को हम पढ़ेंगे। രാജാവിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുകയാണ്. राजा के सामने गवाह बना है। സഭയ്ക്കും മതത്തിനും രാജാവിനും ഒക്കെയും അവർ സാക്ഷിയാകുകയാണ്. कलीसिया, राजा और मताधिकारियों के मध्य में वो गवाह बने हैं। എന്താണ് സംഭവിച്ചത്? क्या वहां पे हुआ है? ഹേരോദാവ് അപ്പോസ്തലന്മാരെ പിടിച്ചു. हेरोदास वहां पे प्रेरितों को पकड़ता है। രാജ്യത്തിന്റെ പ്രധാന കാരാഗ്രഹത്തിലിട്ട് പൂട്ടി. राज्य के प्रमुख कारागृह में उनको बंद करता है। അതിന് 3 കതകുകളാണുള്ളത്. और उसके 3 द्वार फाटक हुआ करते हैं। ഏറ്റവും അകത്തു കൊണ്ടിട്ട് ബലമായി പൂട്ടി. और सबसे भीतर के फाटक में उनको बलपूर्वक बंद करता ഒരു है। കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്രോസിന്റെ വിടുതലിന് വേണ്ടി. और एक झुंड लोग जो है पतरस की रिहाई के लिए प्रार्थना कर रहे हैं। പത്രോസ് 2 പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ്. और प्रेरित पतरस 2 जो है पहरेदारों के बीच में आराम कर रहा ഒരു है। ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തു വന്നു. और एक स्वर्गदूत कारागृह के भीतर आता है പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. और उसकी पीठ थपथपा के जो है उसको जगाता है। നിന്റെ വസ്ത്രം ധരിച്ച് അങ്കിയിട്ട് എന്റെ പുറകെ വരിക, കാലിൽ ചെരുപ്പിട്ട് മുറുക്കുക. और अब कहता है कि तुम वस्त्र पहन लो, जूती पहन लो, और तुम मेरे पीछे चलो। പത്രോസ് ഇറങ്ങി വെളിയിലേക്ക് പോയി. पतरस उसके पीछे बाहर की ओर आता है। കാരാഗ്രഹ വാതിലുകൾ 1, 2, 3 താനേ തുറന്നു. कारागृह का फाटक जो है 1, 2, 3 करके खुलता है। അദ്ദേഹം 2 സ്ട്രീറ്റുകൾ കടന്ന് അപ്പുറത്തെത്തി. और जो है प्रेरित पतरस जो है 2-3 सड़क पार करके उस तरफ पहुंचता है। അതുവരെ പത്രോസ് ഓർത്ത് എന്തോ സ്വപ്നം കാണുകയാണെന്ന്. तब पतरस सोच रहा था कि वो शायद स्वप्न देख रहा है। ദൈവദൂതൻ വിട്ടുമാറിയപ്പോഴാണ് മനസ്സിലാകുന്നത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. जब स्वर्गदूत उसको छोड़कर चला गया तब उसको एहसास होता है कि वो हकीकत में है। താൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അടുക്കലെത്തി. और वो प्रार्थना करने वाले उन झुंड के समीप वो पहुंचता है। സഭയ്ക്ക് ഭയങ്കര സാക്ഷ്യം. और कलीसिया के सामने एक बहुत बड़ा गवाह। പിറ്റേ ദിവസം ഇവരെ കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി രാജാവ് കാരാഗ്രഹത്തിൽ ആളയച്ചു. और जब राजा जो है पतरस को पकड़ने के लिए जो है कारागृह के भीतर लोगों को भेजता है। കാരാഗ്രഹത്തിൽ ആളില്ല. कारागृह के अंदर लोग नहीं हैं। ദൈവരാജ്യത്തിന് രാജാവിന്റെ മുമ്പിൽ സാക്ഷ്യമായി. राजा के सामने जो है ये गवाह हुआ। സൈന്യത്തിൽ നിന്ന് കാവൽ നിന്നിരുന്നവരെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പിച്ചു. और राजा ने यह ऐलान किया कि जो सैनिक है, पहरेदार है, उनका सर कलम करो। രാജ്യം മുഴുവനും സാക്ഷിയായി. और कि उस प्रकार सारा राज्य जो है इस गवाह बना। എന്തിനാണ് ആത്മാവിനെ പ്രാപിക്കുന്നത്? क्यों यह आत्मा को तुम प्राप्त करो? നിങ്ങൾ എനിക്ക് ताकि സാക്ഷികളാകണം. तुम मेरे गवाह बनो। എന്താണ് നിങ്ങളുടെ സാക്ഷ്യം? क्या है तुम्हारा गवाह? ഈ ഭൂമിയേക്കാൾ ശക്തിയുള്ള വേറൊരു രാജ്യമുണ്ട്. इस भूमि इस संसार से भी ज्यादा शक्तिशाली एक राज्य है। ആ ശക്തിയേറിയ രാജ്യത്തിന് ഞങ്ങൾ സാക്ഷികളാണ്.
സാക്ഷികളാണ്. और उस सामर्थी राज्य के हम गवाह हैं. നാലാമത്തെ ഉദാഹരണം चौथा उदाहरण അപ്പോസ്തല പ്രവൃത്തി 16:25 മുതൽ 34 വരെ. प्रेरितों की काम उसके 16वें अध्याय उसके 25वें आयतों से नीचे हम पाते हैं. പൗലോസിനെയും കൂട്ടരെയും കാരാഗൃഹത്തിലാക്കി. पौलुस और सीलास को बंदी गृह में पाते हैं അവർ രാത്രിയിൽ പാടി ആരാധിക്കുകയാണ്. और वे उस बंदी गृह में आराधना करते हैं, स्तुति आराधना करते हैं. ജയിലിലുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നു. और जेल खाने में जितने लोग हैं वो उसको सुन रहे हैं. അർദ്ധരാത്രിയായപ്പോൾ ഒരു ഭൂകമ്പം. आधी रात को एक भूकंप हुआ. എന്തിനാണ് ഭൂകമ്പം? क्यों यह भूकंप हुआ? ഇവരുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. इनके हाथों में जो बेड़ियां बंधी हुई थी वो टूट गई. കാലിലെ ആമങ്ങൾ പൊളിഞ്ഞു മാറി. उनके पैरों की बेड़ियां खुल गई. കാരാഗൃഹം മുഴുവനും അറിഞ്ഞു. और पूरा जेल खाना पे ऐलान हो गया. കുറ്റവാളികൾ മുഴുവൻ അറിഞ്ഞു. और जितने जेल के अंदर बंदी थे वे सारे जान गए. പ്രമാണി ഓടി വന്നു. और जेल खाने का अधिकारी ये दौड़ के आया. എന്തിനാണ് ഈ ശക്തി? और क्यों यह सामर्थ? ജയിലറെ സ്നാനപ്പെടുത്തുവാൻ. क्योंकि एक जेल के अधिकारी को बपतिस्मा देने के लिए. ആത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. क्योंकि जब तुम आत्मा को प्राप्त किया तो संसार के कोने कोने तक जाओ. ഞാൻ അഞ്ചാമത്തെ ഉദാഹരണം കൂടെ തൊടട്ടെ. मैं पांचवा उदाहरण में लेना चाहता हूं. പൗലോസ് അപ്പോസ്തലൻ കടലിലൂടെ യാത്ര जब ചെയ്യുകയാണ്. प्रेरित पौलुस जो है जब बीच समुद्र से यात्रा कर रहा था. അപ്പോസ്തല പ്രവൃത്തികൾ 28:5 जब प्रेरितों की काम उसके 28वें अध्याय में हम पढ़ते हैं. വലിയ കപ്പൽ ഛേദമുണ്ടായി. एक वहां पे जहाज को टूटने को हम पढ़ते हैं. കപ്പലിന്റെ പലകകളിൽ പിടിച്ച് അവർ കരയ്ക്ക് നീന്തി കയറി. और लकड़ियों को पकड़ते हुए किनारे तक पौलुस पहुंचता है. അവിടെ തണുപ്പ് കാരണം തീ കായേണ്ടതിനു വേണ്ടി വിറക് പെറുക്കിയിട്ട് ആളുകൾ ചേർന്ന് തീ കത്തിച്ചു കൊടുത്തു. और क्योंकि वहां पे ठंड होने के कारण आग लगाकर जो है लोग उस आग को ताप रहे थे. ആ തീയിൽ നിന്നൊരു അണലി വന്ന് പത്രോസിന്റെ കയ്യിൽ കടിച്ചു. और एक सांप जो है उस आंच में से निकलकर पौलुस के हाथ में आकर काट डाला. കഠിന വിഷമുള്ള ഒരു അണലിയാണത്. एक बहुत ही भयंकर विष भरा सांप था. പൗലോസ് ഇപ്പോൾ ചത്തു വീഴുമെന്ന് പറഞ്ഞ ആളുകൾ നോക്കി നിൽക്കുകയാണ്. लोग यह देख रहे थे कि अब पौलुस मर के उसका मुंह सूज जाएगा. പൗലോസ് ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു. और पौलुस ने उस सांप को आग में झोंक दिया. ആളുകളുടെ നടുവിൽ വലിയ അടയാളം. और उस समूह के मध्य में एक बहुत बड़ा चिन्ह. ആ സ്ഥലത്തിന്റെ പേര് മെലിത്ത എന്നായിരുന്നു. और उस जगह का नाम मलीता द्वीप हम पढ़ते हैं. മെലിത്ത ദ്വീപിലുള്ളവർക്ക് ഒരു സാക്ഷ്യം. माल्टा द्वीप के लोगों के सामने एक बहुत बड़ा गवाह है. അവിടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികൾക്ക് ഒരു സാക്ഷ്യം. और वहां पे जो जेल के अंदर बंदी गृह थे उनके ऊपर एक गवाह है. കപ്പലിൽ യാത്ര ചെയ്യുന്ന കപ്പൽക്കാർക്കും കപ്പലിന്റെ അധികാരികൾക്കും സാക്ഷ്യം. समुद्र में जो यात्रा कर रहे थे उस जहाज के में उन लोगों के सामने एक बड़ा गवाह है. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും. शक्ति को सामर्थ्य को प्राप्त करोगे तो तुम मेरे गवाह ഈ बनोगे. ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ और അയച്ചത്. यही आत्मा को परमेश्वर आज हमारे और आपके ऊपर उड़ेलता യേശു है. തന്റെ 12 ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. അത്ഭുതങ്ങൾ നടന്നു. परमेश्वर अपने 12 लोगों को भेजता है, चिन्ह और चमत्कार हुए. പക്ഷേ യേശു പിതാവിന്റെ അടുക്കൽ പോയ ശേഷം അത്ഭുതത്തിന്റെ ലെവൽ മാറി. അതിനേക്കാൾ വലിയത് ശിഷ്യന്മാർ लेकिन जब ചെയ്തു. प्रभु यीशु मसीह पिता के पास पहुंचते हैं तो उस अद्भुत कार्यों को करने का लेवल बदल जाता है. उससे भी बड़े कामों को अंजाम होते हुए पाते हैं. യേശു ജീവനോട് ഈ മണ്ണിൽ നടന്നപ്പോൾ ഒരിക്കലും ഭൂകമ്പം ഉണ്ടാക്കിയിട്ടില്ല. जब प्रभु यीशु मसीह इस भूमि पर, इस धरा पर थे, तो कभी भी भूकंप प्रभु यीशु मसीह ने नहीं कराया. ഒരിക്കലും കാരാഗൃഹം തുറന്നിട്ടില്ല. कभी भी बंदी गृह को नहीं खुलवाया. ചങ്ങലകളും ആമങ്ങളും അഴിച്ചിട്ടില്ല. बेड़ियों को, हथकड़ियों को नहीं तोड़वाया. യേശു പിതാവിന്റെ അടുക്കൽ എത്തിയ ശേഷം ഇതെല്ലാം സംഭവിച്ചു. लेकिन जब प्रभु यीशु मसीह पिता के पास पहुंचे तो ये सारे कार्य होने लगे. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദനയെ താങ്കളുടെ കൈകൊണ്ട് ഇത് നടക്കണം. आज मुझे सुनने वाले मेरे प्रियो, आपके हाथों से ये चीज होगा. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. जो विश्वास करते हैं उनके माध्यम से ये चीजें होंगी. വിശ്വസിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. ये विश्वास करने के लिए परमेश्वर के हाथों में हम सौंपे जाएं. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ദൈവരാജ്യത്തെ സ്ഥാപിക്കേണ്ടതിനാണ്. परमेश्वर के राज्य को स्थापित करने के लिए पवित्र आत्मा के वरदान होते हैं. യേശു തന്റെ ശിഷ്യന്മാരെ അഭിഷേകം ചെയ്തു. प्रभु यीशु मसीह अपने चेलों को अभिषेक किए. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കണ്ടു. इफिसियों की पत्री उसके 4थे अध्याय में हम इसको पाते हैं. യേശു പിതാവിന്റെ അടുക്കിലേക്ക് കയറി ആത്മാവെന്ന് ദാനം വാങ്ങി സഭയ്ക്ക് നൽകി. प्रभु यीशु मसीह जो है पिता के पास उठाए गए और जो है आत्मा का दान लेते हुए जन तक पहुंचे. ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നു. और इस प्रकार पवित्र आत्मा इस धरा पर आए. കാരണം പിതാവ് ഇതിനെ അയച്ചു. क्योंकि पिता ने इसकी अनुमति दी. പുത്രൻ ഇതിനെ ചോദിച്ചു വാങ്ങിച്ചു. प्रभु यीशु मसीह ने पूछकर मांगा എനിക്കും उसको. നിങ്ങൾക്കും വേണ്ടി തന്നു. मुझे और आपको वो दिया. 68-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 28वें भजन में हम इसको पढ़ते हैं. യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. 68:18 भजन में हम इसको पढ़ते हैं. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. वो बंदियों को छुड़ाने के लिए वो उठाया गया. പഴയ നിയമത്തിന്റെ ഭക്തന്മാർ ബന്ധനത്തിൽ കിടന്നവരെ യേശു അഴിച്ചുവിട്ടു. और जो पुराने नियम के जो अधिक बंदी लोग थे, जो पकड़े गए थे, बंदी थे, उनको प्रभु यीशु मसीह ने छुड़ाया. അവരുമായി യേശു ഉയരത്തിൽ കയറി. और उसके बाद प्रभु यीशु मसीह उठाए गए. പിതാവിന്റെ മുമ്പിൽ അവരെ കൊണ്ടുകൊടുത്തു. पिता के पास उनको समर्पित किए. പരിശുദ്ധാത്മാവിനെ പിതാവിങ്കിൽ നിന്ന് വാങ്ങി. पवित्र आत्मा को पिता से मांगे. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. हमें और आपके लिए पवित्र आत्मा को वो दिए. ആ പരിശുദ്ധാത്മാവ് വന്ന ഉടനെ और वो पवित्र आत्मा को आने के बाद 2 ദാനങ്ങൾ ഭൂമിക്ക് നൽകി. 2
दान इस भूमि को दिए। ഒന്ന് കുറെ ശുശ്രൂഷകന്മാരെ നൽകി, पहला कुछ सेवकों को परमेश्वर ने दिया। ഒന്ന് അപ്പോസ്തലൻ, पहला प्रेरित, രണ്ട് പ്രവാചകൻ, दूसरा भविष्यवक्ता, മൂന്ന് സുവിശേഷകൻ, तीसरा सुसमाचार फैलाने നാല് वाले, ഇടയൻ, तीसरा चौथा അഞ്ച് चरवाहे അധ്യാപകൻ. और उसके बाद अध्यापक। സഭയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകളെ സമ്മാനമായി നൽകി. कलीसिया के लिए किन्हीं लोगों को नियुक्त किए हैं प्रभु यीशु मसीह, അവർ ചില ശുശ്രൂഷകന്മാരാണ്. और उन्होंने कुछ सेवकाई को अंजाम दिया। നമ്മിൽ ഒരാളിനെ അപ്പോസ്തലനും പ്രവാചകനും സുവിശേഷകനും ഇടയനും അധ്യാപകനുമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. परमेश्वर क्या आग्रह नहीं करता है कि हम में से कोई लोग जो है प्रेरित, भविष्यवक्ता, चरवाहे, अध्यापक और सुसमाचार फैलाने वाले हों। ഭാരതത്തിൽ ദൈവസഭ വളരെയണം. परमेश्वर का राज्य भारत देश में व्यापृत होने वाले, അതിലെ തലമുറ ഈ തലമുറയിൽ ഭാരതത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന് ഇവിടെ നിന്ന് ശുശ്രൂഷകന്മാരെ വേണം. और प्रभु यीशु मसीह चाहते हैं कि इस पीढ़ी में परमेश्वर के काम को करने के लिए आज इस कलीसिया से परमेश्वर मांगता है। ദൈവം നമ്മിൽ ചിലരെ ഉപയോഗിക്കട്ടെ. परमेश्वर आज हमें भी उपयोग करे। ഒന്നാമത്തെ ദാനം ചില ശുശ്രൂഷകന്മാരായിരുന്നു. पहला परमेश्वर का दान था कुछ सेवक लोग, രണ്ടാമത്തെ ദാനം കുറെ കൃപാവരങ്ങളായിരുന്നു. और दूसरा दान परमेश्वर का था कि कुछ पवित्र आत्मा का वरदान। യേശു ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് കൃപാവരങ്ങളിലാണ്. और प्रभु यीशु मसीह ने संसार में जो सेवकाई की वो पवित्र वरदान के द्वारा था। യേശു കൃപാവരങ്ങളിൽ ശുശ്രൂഷ ചെയ്തു എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കത്തില്ല. प्रभु यीशु मसीह वरदानों के माध्यम से जो है सेवकाई की, ऐसा करके इस वाक्य को हमने कहीं नहीं पाते हैं। വരം തരുന്നവൻ യേശുവാ, क्योंकि वरदान को देने वाला प्रभु यीशु അത് मसीह है। ദൈവമാണ്. वो प्रभु यीशु मसीह प्रभु है, അത് പരിശുദ്ധാത്മാവാണ്. वो पवित्र आत्मा है। അതുകൊണ്ട് താൻ തന്നെ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തു, തനിക്കതൊരു കൃപാ വരമെന്ന് ഞാൻ പറയത്തില്ല. इसलिए वो खुद उस चीजों को किया और वो उसके वो जो है पवित्र वरदान उसके भीतर है करके नहीं, അത് യജമാനൻ തന്റെ അവകാശത്തിലുള്ള കാര്യങ്ങൾ നേരിട്ടെടുത്ത് വ്യാപാരം ചെയ്തതാ. वो मालिक अपने कार्यों को करने के लिए उन चीजों को प्रयोग में लाया। പക്ഷേ അതേ വരം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, लेकिन वही वरदानों को हमारे पास देने के लिए, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും, जो मुझ में विश्वास करते हैं वो मेरे कार्यों को करेंगे। ആ പ്രവൃത്തി എന്നെ ഏൽപ്പിക്കുമ്പോൾ और वो कार्य जब मेरे आप ऊपर सौंपे അത് जाएंगे, എന്റെ സ്വന്തം വസ്തുവല്ല, वो मेरा खुद का वस्तु नहीं है, ദാനമായി എന്നെ ഏൽപ്പിച്ചതാ. वो दान के रूप में मुझे सौंपा गया है, കൃപ തോന്നി എന്നെ ഏൽപ്പിച്ചതാ. एक कृपा के रूप में मुझे सौंपा गया अधिकार। അതുകൊണ്ട് ഞാൻ പറയും അത് കൃപാ വരമായി എനിക്ക് തന്നതാ. इसलिए उसको एक वरदान यानी कृपा के रूप में मिला हुआ एक दान है वो। എന്റെ ആശയം മനസ്സിലായല്ലോ. मेरा आशय आपको समझ में आया യേശു होगा। പരിശുദ്ധാത്മാവിലാണ് പ്രവർത്തിച്ചത്. प्रभु यीशु मसीह पवित्र आत्मा की सामर्थ्य से कार्य किए। യേശുവിന് കൃപാവരമെന്ന് ഞങ്ങൾ പറയത്തില്ല. प्रभु यीशु मसीह के भीतर वरदान है करके मैं नहीं कहता, കാരണം അത് യേശുവിന്റെ സ്വന്തമാ. क्योंकि वो प्रभु यीशु मसीह का खुद का है। എന്നാൽ അതേ പ്രവൃത്തികൾ എന്നെ ഏൽപ്പിച്ചപ്പോൾ, लेकिन वही कार्यों वरदानों को जब वो मुझे सौंपते हैं, അത് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ वो आपको देते हैं, അത് കൃപ തോന്നി തരുന്നതാകയാൽ वो परमेश्वर अपने अनुग्रह से आपको और मुझे അതിനെ देते हैं, കൃപാ വരം എന്ന് നമ്മൾ വിളിക്കും. इसलिए उसको वरदान करके कहते हैं। പരിശുദ്ധാത്മാവ് ഒന്നാമതായി തന്നത് തന്റെ ശുശ്രൂഷകന്മാരെയാണ്. इसलिए पवित्र आत्मा पहले अपने सेवकों को दिए, രണ്ട് കൃപാവരങ്ങളാണ്. दूसरा वरदानों को दिए। അടുത്ത സെക്ഷനിൽ നമ്മൾ കൃപാവരങ്ങളുടെ ഗൗരവത്തിലേക്ക് കയറും. आने वाले अध्ययनों में हम वरदानों के बारे में हम जाएंगे, നമുക്കിത് പ്രാപിച്ചേ മതിയാകൂ. और हम इसको प्राप्त ही करेंगे। സഹോദരന്മാരെ നിങ്ങൾ പ്രാപിച്ചേ മതിയാകൂ. സഹോദരിമാരെ നിങ്ങൾ പ്രാപിച്ചേ मेरे മതിയാകൂ. भाइयों और मेरी बहनों, आप इसको प्राप्त करके ही रहेंगे। കമോൺ യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരെ നമ്മൾ ഇത് പ്രാപിച്ചേ മതിയാകൂ. मुझे सुनने वाले युवकों, आप भी इसको प्राप्त करोगे। നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना ഞങ്ങളുടെ करें। കർത്താവും ദൈവവുമേ, ഇന്ന് പകലും ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. मेरे पिता, मेरे प्रभु, आज आपने हमसे बात की इसके लिए धन्यवाद। അങ്ങയുടെ പുത്രനാകുന്ന യേശു ഈ മണ്ണിൽ ചെയ്ത അത്ഭുതങ്ങൾ തുടർന്ന് ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. आपके पुत्र प्रभु यीशु मसीह के द्वारा किए गए चित्र और चमत्कारों को करने की आप हमें कृपा दीजिए। കൃപാദാനങ്ങളുടെ യജമാനനാകുന്ന യേശുവേ, वरदानों के यजमान होने वाले प्रभु यीशु मसीह, കൃപാദാനങ്ങൾ അടിയങ്ങളെ ഏൽപ്പിക്കണമേ. वो वरदान आप हमें भी दीजिएगा। ഞങ്ങളിൽ ചിലരുടെ അപ്പോസ്തലന്മാരും ചിലരുടെ പ്രവാചകന്മാരും സുവിശേഷകന്മാരും ആക്കണമേ. और हम में से कनिकों को आप प्रेरित, भविष्यवक्ता और सुसमाचारक के रूप में नियुक्त करिएगा। പരിശുദ്ധാത്മാവാം ദൈവമേ, पवित्र आत्मा प्रभु, അങ്ങ് ഞങ്ങളെ നിയമിക്കണമേ. आप हमें नियुक्त करिएगा। അങ്ങ് ഞങ്ങളുടെ കയ്യിൽ കൃപാദാനങ്ങൾ ഏൽപ്പിക്കണമേ. आप हमारे हाथों में वो उन वरदानों को दीजिएगा। അത് യേശുവിന്റെ നാമത്തിൽ प्रभु തന്നെ. यीशु मसीह के नाम से ആമേൻ. आमीन।